Good evening. യൂണിറ്റ് 2-ലെ ലീഡർഷിപ്പ് എന്നൊരു പോർഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മോട്ടിവേഷനാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്. ലീഡർഷിപ്പും മോട്ടിവേഷൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജാണ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷൻ തന്നെയാണ്. എന്താണ് ലീഡർഷിപ്പ്? മീനിങ്ങും ഡെഫിനിഷനും നോക്കാം. The concept of leadership is important for both the personal and the professional life of every individual. എല്ലാ വ്യക്തികളുടെയും പ്രൊഫഷണൽ ആവട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ആവട്ടെ, ലീഡർഷിപ്പ് നമ്മൾ സാധാരണ ഈ ലീഡർഷിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, ലീഡർ എന്നുള്ള വാക്കും കേട്ടിട്ടുണ്ട്. എന്താണ് ലീഡർ? മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും ഉള്ള ഒരു കഴിവിന് നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാം. അപ്പോൾ ഒരു മാനേജർ നല്ലൊരു ലീഡർ ആവണം. നല്ല ലീഡർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും പറ്റും. നല്ലൊരു മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ an individual needs to acquire and comprehend the knowledge and skill of leadership. ലീഡർഷിപ്പിനെ കുറിച്ച് നല്ല ധാരണ ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ലീഡർ ആവാൻ പറ്റുള്ളൂ. The meaning of leadership is ability to execute, direct, guide and influence the people to accomplish specific goal of the institution. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിന്റെ ലക്ഷ്യം നേടാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യലായിട്ട് കുറേ ലീഡേഴ്സിനെ നമുക്കറിയാം. അവർക്ക് ആളുകളെ പ്രചോദിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ആളുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഉള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൻ്റെ കേസിലും ലീഡർഷിപ്പ്, അതേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. ഒരു ലീഡറെ പോലെ സോഷ്യൽ നമ്മൾ കാണുന്ന ഒരു ലീഡറെ പോലെ ബിസിനസ്സിലും തൊഴിലാളികളെ മാനേജ് ചെയ്ത് ഒരു ലീഡറെ പോലെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. ബിസിനസ്സിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പറയാറുള്ളത് പോലെ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് ആണ്, അതായത് സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി. ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു പെർസ്യൂഡ് അതേഴ്സ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു കഴിവാണ്. ടു സീക്ക് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൂസിയാസ്റ്റിക്കലി, ഉത്സാഹത്തോടു കൂടി ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള. ഒരു ലീഡർ വരുമ്പോൾ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ അണികൾക്ക് ഒരു ആവേശമാണ്. അതുപോലെ ആയിരിക്കണം മാനേജർ വരുമ്പോൾ ഒരു ലീഡറെ പോലെ ആയിരിക്കണം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാവണം. It's a human factor which binds a group together and motivate towards the goals. ആളുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു കഴിവാണ്. ജോർജ് ടെറി ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലീഡർഷിപ്പ് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് ബിസിനസ്സിന് വളരെ അത്യാവശ്യമാണ്. അതിൽ ഞാൻ പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലീഡർഷിപ്പ് ബിസിനസ്സിന് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇനിഷ്യേറ്റീവ് ദ ആക്ഷൻ. ആളുകൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടാവണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡറായിട്ട് വേറെ ആളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കമ്പനിയിലുള്ള സൂപ്പർവൈസേഴ്സും മാനേജർമാരും എല്ലാവരും എന്താവണം? ഒരു ലീഡറെ പോലെ പ്രവർത്തിക്കണം. ലീഡറെ പോലെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ആൾക്ക് ഉണ്ടാവണം എന്നർത്ഥം. ഇമ്പോർട്ടൻസ് ഒന്ന് ഇനീഷ്യേറ്റീവ് ആക്ഷനാണ്. തൊഴിലാളികളെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ മുൻകൈ എടുക്കാൻ ലീഡർഷിപ്പിന്റെ പ്രവർത്തനം ആവശ്യമാണ്.
അപ്പോൾ ഇനിഷ്യേറ്റിംഗ് ദി ആക്ഷൻ, പ്രൊവൈഡിങ് മോട്ടിവേഷൻ. ലീഡർഷിപ്പാണ് മോട്ടിവേഷൻ നൽകുന്നത്, ഗൈഡൻസ് ആണ്. അതായത് ഒരു ലീഡർ എന്ന് പറയുന്നത് ആളുകളെ പേടിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന ഒരാളല്ല, ആളുകളെ സഹായിക്കുന്ന, അതായത് തൻ്റെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ സഹായിക്കുന്ന ആളാണ് ലീഡർ. ദെൻ ക്രിയേറ്റിംഗ് കോൺഫിഡൻസ്, ലീഡറാണ് തൊഴിലാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്. ദെൻ ബിൽഡിംഗ് വർക്ക് എൻവയൺമെൻറ്റ്, ആ ലീഡർ തന്നെയാണ് തൊഴിലാളികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ജോലി ചെയ്യാൻ ആവശ്യമായ എൻവയൺമെൻറ്റ് ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നത്. കോർഡിനേഷൻ നടത്തുന്നതും ലീഡറാണ്, അതായത് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഓർഡർ നൽകുന്നതും നിർദ്ദേശം നൽകുന്നതൊക്കെ ലീഡറാണ്. അതുപോലെ ആളുകളെ ഇൻഫ്ലുവൻസ്, സ്വാധീനിച്ച് പണിയെടുപ്പിക്കുന്നത് ലീഡറായിരിക്കും. അപ്പോൾ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ലീഡർഷിപ്പ് തിയറീസ്. ലീഡർഷിപ്പിന് പ്രധാനപ്പെട്ട 3 തിയറി, ട്രേറ്റ് തിയറിയും ബിഹേവിയറൽ തിയറിയും സിറ്റുവേഷണൽ തിയറിയാണ്. എന്താണ് ട്രേറ്റ് തിയറി? ട്രേറ്റ് തിയറീസ് ആർ ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു ലീഡറായിട്ട് മാറുക? അത് എല്ലാവർക്കും ഒരേപോലെ ഒരു ലീഡർ ആവാൻ പറ്റില്ല. നമ്മുടെ അവരവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അനുസരിച്ചായിരിക്കും ലീഡർ ആവുക. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്താണ്? നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു നല്ല ലീഡർ ആവുക. ദ ട്രേറ്റ്സ് ഇൻക്ലൂഡ് കൺസിസ്റ്റന്റ്, സ്റ്റേബിൾ ആൻഡ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രേറ്റ്സ് തിയറി അസ്യൂംസ്, ഈ ഒരു ട്രേറ്റ്സ് തിയറി പറയുന്നത് ദാറ്റ് പീപ്പിൾ ഇൻഹെറിറ്റ് certain qualities which make them great leaders. Trait theory identify behavioral characteristics of a good leader like extroversion, self-confidence and courage. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമുക്ക് ജന്മനായുള്ള ചില കഴിവുകളും ചേർന്നിട്ടാണ് നല്ലൊരു ലീഡർ ഉണ്ടാവുന്നത്. അതിൽ എക്സ്ട്രോവേർഷനും സെൽഫ് കോൺഫിഡൻസും കറേജ് എല്ലാം ഉൾപ്പെടും. ഇതൊക്കെ ഉള്ള ഒരാൾ നല്ല ലീഡറായിട്ട് മാറും. ട്രേറ്റ് തിയറി പറയുന്നത് നമുക്ക് ഇന്റേണലി കുറേ ക്വാളിറ്റി ഉണ്ടാകുന്നതാണ് ഒരു ലീഡർഷിപ്പ് എന്നതാണ് ട്രേറ്റ്സ് തിയറിയിലൂടെ പറയുന്നത്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റേണൽ ഉണ്ടാകുന്ന ക്വാളിറ്റികളാണ്. ട്രേറ്റ് തിയറിയിൽ തന്നെ ആൾപോർട്സിന്റെ ട്രേറ്റ് തിയറി ഉണ്ട്. അതിന് സബ് പോയിന്റ് ആയിട്ട് വരുന്നതാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ യുണീക്ക് ഇൻഡിവിജ്വൽ വിച്ച് ആർ ഇന്റേണൽ കോഗ്നിറ്റീവ് മോട്ടിവേഷൻ പ്രോസസ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില ആളുകൾ ജന്മന അവരുടെ ലീഡറായിട്ട് തന്നെ ആയിരിക്കും പെരുമാറുക. അവർ ലീഡർഷിപ്പ് പഠിച്ചിട്ടോ മറ്റൊന്നുമല്ല. He assumes the personality behavior is originally determined at birth and environmental experience. ഒന്നുകിൽ അവർക്ക് ജന്മനാത് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള എൻവയൺമെന്റൽ എക്സ്പീരിയൻസിലൂടെയും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള തിയറിയെ, ഈ ഒരു തിയറി അനുസരിച്ച് എല്ലാവർക്കും ലീഡർ ആവാൻ പറ്റില്ല. ജന്മന ലീഡറായി വരുന്ന ആളുകൾക്ക് മാത്രമേ, ആ കഴിവുള്ളവർക്ക് മാത്രമേ ലീഡർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആൾപോർട്ടിന്റെ ട്രേറ്റ് തിയറി. ദെൻ കാറ്റൽസിന്റെ 16 ഫാക്ടർ പേഴ്സണാലിറ്റി മോഡൽ ഉണ്ട്. അതായത് ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 16 ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ അനലൈസ് ചെയ്താൽ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാം. അതനുസരിച്ച് ഒരാൾ ലീഡറാണോ അല്ലയോ, അല്ലെങ്കിൽ ഒരാൾക്ക് ലീഡർഷിപ്പ് എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് 16 ഫാക്ടറാണ് എടുത്തിട്ടുള്ളത്. ആ 16 ഫാക്ടർ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 152 ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ ബിഹേവിയറൽ തിയറി ഉണ്ട്. Many of the psychologists argued that effective leaders are born with innate leadership quality. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജന്മനാ കിട്ടുന്ന, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ്
ഈ ഒരു തിയറി യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ എമർജൻസ് ഓഫ് ബിഹേവിയർ തിയറി, ലീഡർഷിപ്പ് ഈസ് argued the capability of leadership can be learned rather than being inherent. നമ്മളിവിടെ വന്നിട്ട് കിട്ടുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട് ലീഡർഷിപ്പിൻ്റെ. To prove these arguments, the study has been conducted on behavioral pattern of leaders are recognizing the excellence of leadership determined by the capability of the people to respond to environmental factors in the workplace. അതായത് anyone can become a great leader if they earn and implement certain behaviors. നല്ലൊരു ലീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില നല്ല സ്വഭാവങ്ങൾ കാണിക്കണം എന്നുള്ള ഒരു തിയറിയാണ് ബിഹേവിയറൽ തിയറി. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഉത്ഭവിക്കുന്ന ഒരു സംഗതിയാണ് ലീഡർഷിപ്പ് എന്നാണ് ഈ തിയറി പറയുന്നത്. ബിഹേവിയർ ലീഡർഷിപ്പിനെ തന്നെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. കംപ്രൈസസ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ഓഫ് പീപ്പിൾ ഇൻ ദി വർക്ക് പ്ലേസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പീപ്പിൾ ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്, വ്യക്തികളെ നോക്കിക്കൊണ്ട് ഉള്ള ലീഡർഷിപ്പ്. ഇറ്റ് ഫോക്കസ് ഓൺ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഫോളോവേഴ്സിൻ്റെ അവർ തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുക, അതായത് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക, അതിനുള്ള ഫ്രീഡം കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്ന ലീഡർഷിപ്പ് ഉണ്ട്. നമുക്ക് ലീഡർഷിപ്പിൽ പല രീതിയിലും നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈല് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ എടുക്കാം. അതിൽ ഒരു സ്റ്റൈലാണ് പീപ്പിൾ ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്. വ്യക്തികളൊരു ഗ്രൂപ്പാക്കിയിട്ട് അവർ അതിനകത്ത് വിടാം, അവർ സ്വയം കാര്യങ്ങൾ ചെയ്തോളും. The relationship will help motivate and increase their efficiency. നമ്മൾ പലപ്പോഴും ഗ്രൂപ്പായിട്ട് ആളുകൾക്ക് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ അവരൊരു പ്രത്യേക സ്പിരിറ്റിൽ അത് ചെയ്തു തീർക്കും. അതിന് നമ്മളൊന്ന് മാനേജ് ചെയ്താൽ മാത്രം മതി. അതിന് നമുക്ക് പീപ്പിൾ ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്ന് പറയാം. ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് ആക്കൊന്നും വേണ്ട, ഓരോരുത്തർക്കും ഓരോ ജോലി കൊണ്ട് കൊടുത്തിട്ട് അവരെ വിട്ടാൽ മതി, എന്നിട്ട് അത് ഇത്ര ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാം എന്ന് പറയാം. അതൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഇതിന് ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്നാണ് പറയുക. മൂന്നാമത്തത് സൗണ്ട് ലീഡർഷിപ്പ്. സൗണ്ട് ലീഡേഴ്സ് ഈക്വലി പ്രയോറിറ്റൈസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് മൊറൈൽ ഓഫ് ദ ടീം. അതായത് പ്രൊഡക്ടിവിറ്റിയും മൊറൈലും, ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി മൊറൈലിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണിത്. അതായത് ഉൽപാദനം നല്ല രീതിയിൽ ഉണ്ടാവണം, അതോടൊപ്പം തന്നെ മൊറൈലും, അതായത് നമ്മുടെ കമ്പനിക്ക് മാത്രം എന്തുണ്ടായ പോരാ, ബെനിഫിറ്റ് ഉണ്ടായ പോരാ, തൊഴിലാളികൾക്കും ഉണ്ടാവണം. So it is one of the most effective ideal type of behavioral leadership and it helps produce a high quality results. This type of leadership encourage open communication, listen feedback and support employees. തൊഴിലാളികളുമായിട്ട് നല്ല റിലേഷനിലുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ് സൗണ്ട് ലീഡർഷിപ്പ്. Then participative leaders ഉണ്ട്. Participative leadership style encourage participation of their members through team meeting. മാനേജ്മെന്റും തൊഴിലാളികളും വേറെ വേറെ നിൽക്കാതെ എല്ലാവരും ഒന്നിച്ച്, ഇപ്പോൾ ചില വലിയ കാര്യങ്ങളിൽ പോലും ഉന്നത മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ പോലും താഴെക്കടയിലുള്ള തൊഴിലാളികളെയോ അല്ലെങ്കിൽ താഴെക്കടയിലുള്ള സ്റ്റാഫിനെയോ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ. അതായത് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്. അതും പലപ്പോഴും നമ്മുടെ ബിസിനസ്സിന് ഗുണകരമായിരിക്കും. ഇതിന് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയും. ദെൻ ഇൻഡിഫറൻറ്റ് ലീഡേഴ്സ് ഉണ്ട്. ദീസ് ലീഡേഴ്സ് വർക്ക് ഫോർ ദെയർ പേഴ്സണൽ സക്സസ് ആൻഡ് ബെനിഫിറ്റ്സ്. അവിടെ തൊഴിലാളികളോട് ഇൻട്രാക്ട് ചെയ്തിട്ടൊന്നുമല്ല. അത്ര നല്ല മാനേജ്മെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഓരോ വ്യക്തി, അതായത് ലീഡർ തന്നെ അല്ലെങ്കിൽ ഓരോ വ്യക്തി തന്നെ അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ. They avoid questions from the team and do not contribute to achieve organization goals. ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയോ ടീമിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കുകയൊന്നും ചെയ്യുന്നില്ല. Then dictatorial leaders. Dictatorial leaders focus on delivering high quality result through inflexible deadline.
ഇഗ്നോർ ഫീഡ്ബാക്സ് അല്ല എക്സ്പെക്ട് ക്വസ്റ്റ്യനിങ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദ ടീം. നമ്മുടെ ടീമിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. നമ്മുടെ ഫീഡ്ബാക്കും ടീമിനോടുള്ള ചോദ്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ദ പ്രഷർ ആൻഡ് സ്ട്രെസ് ഓഫ് എംപ്ലോയി വിൽ ബി ഹൈ വിത്ത് ലോ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഇത് അത്ര നല്ലതല്ല. ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ലോ ആണ്. ഹൈ പ്രഷർ ആയിരിക്കും തൊഴിലാളികൾക്ക് ഇവിടെ ഉണ്ടാവുക. Then opportunistic leaders. These leaders use different behavior depends upon the situation. ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള പല സമയത്തും നമ്മൾ ഒരു പ്രത്യേക ലീഡർഷിപ്പ് സ്റ്റൈലല്ല, അതാത് സമയത്ത് അനുയോജ്യമായ രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഓപ്പർച്യൂണിസ്റ്റിക് ലീഡേഴ്സ് എന്ന് പറയുക. Then status quo leaders. This type of leaders give priority both the productive and satisfaction of employees. ഇതേ ടൈപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിന് ഗുണം ഉണ്ടാകുന്നതും അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രൂപത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്യാം. ചില സ്ഥാപനങ്ങളിൽ അങ്ങനെയും ഫോളോ ചെയ്യേണ്ടി വരും. കൺട്രി ക്ലബ് ലീഡേഴ്സ്. ഇത്തരം ലീഡേഴ്സ് give a priority their team members happiness and satisfaction level. കമ്പനിയുടെ താല്പര്യങ്ങൾക്കല്ലാതെ അവരുടെ ടീമിന് പ്രാധാന്യം കൊടുത്ത് അവരുടെ സാറ്റിസ്ഫാക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന ലീഡേഴ്സാണ് കൺട്രി ക്ലബ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് കമ്പനിയിൽ പലപ്പോഴും കമ്പനിയുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതിൽ ഏത് രീതി വേണമെങ്കിലും എടുക്കാം. പാറ്റേണാലിസ്റ്റിക് ലീഡേഴ്സ് ഉണ്ട്. അതായത് ഇത്തരം ലീഡേഴ്സ് തൊഴിലാളികളെ ജസ്റ്റ് ഒരു തൊഴിലാളിയായിട്ടല്ല കാണുക. അവർ തമ്മിലുള്ളൊരു ബന്ധം പാറ്റേണാലിസ്റ്റിക് ആയിരിക്കും. അതായത് പാരന്റും ചൈൽഡും തമ്മിലുള്ള ബന്ധമായിരിക്കും. സ്വന്തം ഫാമിലി എങ്ങനെയാണോ കൊണ്ടുപോവുക അതേപോലെ ബിസിനസ്സിലെ എംപ്ലോയീസിനെ കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ് പാറ്റേണാലിസ്റ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. സിറ്റുവേഷണൽ തിയറി, നമ്മുടെ മൂന്നാമത്തെ തിയറിയാണ് സിറ്റുവേഷണൽ തിയറി. അതിലെന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്, കോച്ചിങ് ഉണ്ട്, സപ്പോർട്ടിങ് ഉണ്ട്, അതായത് പാർട്ടിസിപ്പേറ്റിംഗ്. അതായത് ആളുകളെ കൊണ്ട് പറഞ്ഞ് പണിയെടുപ്പിക്കുന്ന ഒരു മെത്തേഡ് ടെല്ലിങ്, അതായത് ഡയറക്റ്റിംഗ് ആണ്. കോച്ചിങ് അതല്ല. കോച്ചിങ് അവർക്ക് ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന മെത്തേഡാണ്. സപ്പോർട്ടിങ് ഒരു പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരു ലീഡർ അവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതിനെ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയും. മാനേജ്മെന്റ് ഗ്രിഡ് മോഡൽ ഉണ്ട്. ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കും കൂടെ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ആണ്. പോയിന്റ് മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതിനൊന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നല്ലൊരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ശ്രദ്ധിക്കുക. വിഷൻ ആൻഡ് ഫോർസൈറ്റ്. വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ആശയം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫോർസൈറ്റ് ഉണ്ടാവണം. അതായത് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടാവണം ഒരു ലീഡർക്ക്. ദെൻ ഇൻ്റലിജൻസ്, വളരെ ബുദ്ധിയുള്ള ഒരാളായിരിക്കണം ലീഡർ. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സ്കിൽ ഉണ്ടാവണം. ദെൻ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വിൽ പവർ, ഒരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചെയ്യാനും കോൺഫിഡൻസോട് കൂടി ചെയ്യാനുള്ള ഒരു കഴിവ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഹ്യൂമാനിസ്റ്റ്, യന്ത്രത്തെ പോലെ മനുഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളല്ല ലീഡർ. അല്പം മനുഷ്യത്വം കാണിക്കണം. മനുഷ്യന്മാരാണ് നമ്മുടെ മുന്നിലുള്ളത്, അവർക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ലീഡർ. എമ്പതി ഉണ്ടാവണം. സിമ്പതി പോലെ തന്നെ എമ്പതി എന്ന് പറയുന്നത് ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് എമ്പതി. ഇന്റഗ്രിറ്റി, ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള, ലീഡറാണെന്ന് വിചാരിച്ചിട്ട് വലിയ ആളായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ താഴെയുള്ളവരെയും എന്ത് ചെയ്യണം? ബഹുമാനം കൊടുക്കണം. അതനുസരിച്ച്
പ്രവർത്തിക്കാൻ ലീഡർക്ക് പറ്റണം. ഇതൊക്കെയാണ് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. ഇത്തരം കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പറയാനുള്ളത്. അതിന് 2 പോർഷനായിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോർഷനും കൂടെ കേൾക്കുക. നെക്സ്റ്റ് ക്ലാസ് തന്നെ ചെയ്യുന്നതാണ്. താങ്ക് യു. ഗുഡ് ബൈ.